എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മാസ്റ്റർ മോഗി അവളാണെങ്കിൽ ഇപ്പൊ ഷിക്കടയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം മൗണ്ടൈനിൽ പോയി ഒരു പ്രത്യേകതരം ചെടി അത് കളക്ട് ചെയ്യാനുള്ള ഒരു മിഷൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷന് പോകണം, സോ അതുകൊണ്ട് ഈ ഒരു മിഷൻ അത് നീ തന്നെ ഏറ്റെടുക്കണം. നിനക്ക് വേണ്ടി ഞാൻ പുതിയൊരു ടീം തന്നെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് അവൾ അവനോട് പറയും. അതിനുശേഷം അവന്റെ ടീംമേറ്റ് ആയിട്ട് ഇവാബയെയും വസാബിയെയും മോഗി കൊടുക്കും. ഒരാൾക്ക് വേണ്ടി അവർ 3 പേരും ഇപ്പൊ വെയിറ്റ് ചെയ്യാണ്. ഒരവസാനമായിട്ട് കാത്തു നിൽക്കുന്നത് അത് മറ്റാർക്കും വേണ്ടിയല്ല, സാക്ഷാൽ ബൊറൂട്ടോയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ അവർ 4 പേരും ടീമായി വലിയൊരു മലയുടെ മുകളിലേക്ക് വരും. ഷിക്കട പറയും, ഈ മലയ്ക്ക് മുകളിലാണ് നമുക്ക് പറിക്കേണ്ട ആ ചെടിയുള്ളത്. അതൊരു ഭയങ്കര റയർ ആയിട്ടുള്ള ഫ്ലവർ ആണ്. അതെടുക്കണമെങ്കിൽ കുറെ അധികം റിസ്ക് ഉണ്ട്. ആ ഫ്ലവർ മോഷ്ടിക്കാൻ പതിവായിട്ട് ഒരുപാട് പേര് മലയുടെ മുകളിലേക്ക് കയറാറുണ്ട്. സോ അവരെയൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചും കാണാതെയും വേണം നമ്മളിപ്പോ ആ ഒരു ഫ്ലവർ സ്വന്തമാക്കാൻ. വസാബി ആണെങ്കിൽ ടെൻഷനാവും. അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, നമ്മുടെ കയ്യില് അതിന് മാപ്പ് ഒന്നും ഇല്ലല്ലോ അവിടേക്ക് പോവാൻ. അത് കേട്ട് ഇപ്പൊ ഷിക്കട ചിരിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഒരു വിസിൽ നീട്ടി അടിക്കും. ഉടനെ ഒരു പന്നിക്കുട്ടി അവിടേക്ക് ഓടി വരികയാണ്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മാപ്പും കോപ്പൊന്നും വേണ്ട, ഇവൻ മതി. ഇവൻ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്മെല്ല് ചെയ്ത് ആ ഫ്ലവർ എവിടെയുണ്ടോ അത് കാണിച്ചു തരും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് ഭയങ്കര അത്ഭുതമാവും. ഉടനെ ഷിക്കട അതിന് കഴിക്കാനായിട്ട് ഇപ്പൊ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. ആ പന്നിക്കൂട്ടനാണെങ്കിൽ ഇവാബയെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അത് ഓടി വന്ന് ഇവാബയുടെ തലയിൽ കയറിയിരിക്കുകയാണ്. അതിനുശേഷം അവരിപ്പോ ആ വലിയ മലയിലേക്ക് വലിഞ്ഞു കയറും. ഒരുപാട് നേരം ആ മലയിലൂടെ ട്രാവൽ ചെയ്ത് ആ ഒരു പൂവ് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോഴായിരിക്കും ആ പന്നി അത് വലിയ ശബ്ദത്തില് ഇപ്പൊ ബഹളം വെക്കുക. അത് കേട്ട് ഷിക്കട പറയും, ഇവിടെ എവിടെയോ ആ ഫ്ലവർ ഉണ്ട്. ഉടനെ ഇവാബയും വസാബിയും അവർ 2 പേരും അതെവിടെയാ ഉള്ളതെന്ന് അന്വേഷിച്ച് മുൻപോട്ടേക്ക് പോവും. വസാബി ഇവാബയാണെങ്കിൽ ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യും. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ആ പൂ അത് കണ്ടെത്തും. അതിന് വസാബി ആണെങ്കിൽ ഇവാബയോട് പറയും, വേണ്ട വേണ്ട, ഞാൻ തന്നെ ആ പൂവ് കണ്ടെത്തുന്നു പറഞ്ഞ് അവരൊന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവരുടെ ഫൈറ്റ് ഒക്കെ കണ്ട് പേടിച്ച് നമ്മുടെ പന്നിക്കുട്ടി അതിപ്പോ അവിടുന്ന് ഓടുകയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ ഷിക്കടയും നമ്മുടെ ആൾക്കാരെല്ലാവരും അവരിപ്പോ ആ പന്നിയെ പിടിക്കാൻ അതിന്റെ പിന്നാലെ ഓടും. അങ്ങനെ അവർ ഒരുപാട് അന്വേഷിച്ച് ഇപ്പൊ ഒരു മരത്തിന് മുകളിൽ ആ പന്നിയെ കണ്ടുപിടിക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഷിക്കട അതിനെ പിടിച്ച് അവന്റെ കയ്യിൽ സേഫ് ആയിട്ട് നിർത്തും. പിന്നീട് വീണ്ടും അവരവരുടെ യാത്ര തുടങ്ങും. അവരൊരു ബ്രിഡ്ജൊക്കെ കടന്ന് മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും ഒരു കൂട്ടം കള്ളന്മാര് ഇപ്പൊ അവരുടെ തൊട്ട് മുൻപിൽ വരിക. ആ കള്ളന്മാർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ആരൊക്കെയാണെന്ന് മനസ്സിലാവും. അടുത്ത നിമിഷം 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ഇവിടെ ഷിക്കടയും ബൊറൂട്ടോയും അവരെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും മുകളിൽ നിന്ന് വലിയൊരു കൂട് അവർക്ക് നേരെ വീഴുകയാണ്. ജസ്റ്റ് മിസ്സിന് ബൊറൂട്ടോയും ഷിക്കടയും അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ വീണ്ടും ആ പന്നിക്കുട്ടിയാണെങ്കിൽ അവിടുന്ന് ഓടുകയാണ്. ബൊറൂട്ടോ അതിന്റെ പിന്നാലെ പോയി അതിനെ പിടിച്ച് ഷിക്കടയുടെ കയ്യിൽ കൊടുക്കും. അപ്പോഴായിരിക്കും വസാബിയും ഇവാബയും അവർ ഫൈറ്റൊക്കെ തീർത്ത് ഇപ്പൊ ഷിക്കടയുടെ അടുത്തേക്ക് വരിക. ഷിക്കട ടെൻഷനായിട്ട് പറയും, ഇത് ആക്ച്വലി ഒരു ഈസി മിഷൻ ആയിരുന്നു, നിങ്ങൾ എല്ലാവരും ചേർന്ന് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്, സോ നിങ്ങളുടെ സഹായം ഇനി വേണ്ടെന്ന് പറഞ്ഞ് ഷിക്കട ആ പന്നിക്കുട്ടിയെ എടുത്ത് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോവും. അത് കണ്ട ബൊറൂട്ടോ ഇപ്പൊ അവന്റെ പിന്നാലെ പോയി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് ചോദിക്കും, ദയവ് ചെയ്ത് നീ ഇങ്ങനെ ചെയ്യരുത്, അവരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടണം. പക്ഷെ ഷിക്കട ആണെങ്കിൽ ഫുൾ കലിപ്പിലാണ്. ഉടനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന പന്നി അത് ഒച്ച വെച്ച് ഇപ്പൊ അടുത്തുണ്ടായിരുന്ന കൂണുകളൊക്കെ തിന്നാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ഷിക്കടയ്ക്ക് മനസ്സിലാവുക അത് അവരുടെ പന്നിക്കുട്ടിയല്ല, അത് മറ്റേതോ കാട്ടുപന്നിയാണ്. ഷിക്കട ആ പന്നിയെ അവിടെ ഉപേക്ഷിച്ച് ഇപ്പൊ വീണ്ടും അവരുടെ പന്നിക്കുട്ടിയെ അന്വേഷിച്ച് അവിടുന്ന് പോവും. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ബൊറൂട്ടോയും പോവും. അങ്ങനെ അവർ ഒരുപാട് നേരം അവിടെ മുഴുവൻ അലഞ്ഞ് ഇപ്പൊ വലിയൊരു കുഴിയുടെ അപ്പുറവശത്തായിട്ട് ആ കള്ളന്മാരെ കാണും. അവരുടെ കയ്യില് ആ പന്നിക്കുട്ടിയും. ആ ഒരു വലിയ കുഴി അത് കടന്നാൽ മാത്രമേ അവർക്കിപ്പോ ആ കള്ളന്മാരുടെ അടുത്തേക്ക് പോയി പന്നിക്കുട്ടിയെ രക്ഷിക്കാൻ കഴിയൂ. ബൊറൂട്ടോ പറയും, നീ ചെയ്തത് ശരിക്കും മണ്ടത്തരമായി പോയി. ഇപ്പൊ ഇവാബെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈസി ആയിട്ട് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോകാമായിരുന്നു. അത് കേട്ട് ഷിക്കടയ്ക്ക് അവനിപ്പോ ഒരുപാട് കുറ്റബോധം തോന്നും. അവൻ ഒരു സെക്കൻഡ് അവന്റെ കാലിലേക്ക് നോക്കും. കാലിന് പരുക്ക് പറ്റി രക്തം പുറത്തേക്ക് പോവാണ്. ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവനങ്ങനെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടൈം ഇവാബെ അവിടേക്ക് വന്ന് ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുക. ഷിക്കടയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല.
ഉടനെ ഇവാബയും വസാബിയും അവർ രണ്ടുപേരും ഇപ്പൊ ഷിക്കടയോട് മാപ്പ് ചോദിക്കും. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ എടുത്തുചാട്ടം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ പന്നിക്കുട്ടി അതിപ്പോ വിശന്ന് നിലവിളിച്ച് കരയാണ്. ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് നമ്മുടെ ആൾക്കാർ ഓടിയെത്തും. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ആ പന്നിക്കുട്ടി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ആ ഫ്ലവർ കണ്ടെത്താൻ ശ്രമിക്കും. ഉടനെ ഇവാബെ അവൻ എർത്ത് ജിപ്സ് വെച്ച് ആ പന്നിക്കുട്ടിയെ ഹൈഡ് ചെയ്യും. അതേസമയം ബാക്കിയുള്ള ആൾക്കാര് അവരാ കള്ളന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഷിക്കടയാണെങ്കിൽ ആ പന്നിക്കുട്ടിയെ കയ്യിലെടുത്ത് ആ മെയിൻ വില്ലനെ അവന്റെ ഷാഡോ പാരലൈസിംഗ് ജിപ്സ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യും. ഇവാബെ അതിന് ഫുഡ് കൊടുക്കും, എന്നിട്ട് താഴേക്ക് ഇറക്കി വിടും. അത് സ്പീഡിൽ ഓടി ഇപ്പൊ ആ ഫ്ലവറുള്ള സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റിനെല്ലാം ഒടുവില് ആ പന്നിക്കുട്ടി ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാര് ആ ഫ്ലവർ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മോഗി സെൻസായി അവളാണെങ്കിൽ ഷിക്കടെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതവൻ ലീഡർ ആയിട്ടുള്ള അവന്റെ ഫസ്റ്റ് മിഷനാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ബൊറൂട്ടോ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ കാർഡ്സ് ഒക്കെ വാങ്ങിച്ച് ആ കാർഡില് ആരുടെ ഫോട്ടോയാണ് ഉള്ളത് നോക്കും. ബൊറൂട്ടോയ്ക്ക് കിട്ടുക അവന്റെ പപ്പ നറൂട്ടോയുടെ ചിത്രമുള്ള കാർഡായിരിക്കും. അങ്ങനെ അവർ പരസ്പരം കിട്ടിയ കാർഡുകളിലുള്ള ആൾക്കാർ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടന്നു പോകും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ മാസ്റ്റർ ഷിനോ ആളെങ്ങനെ നടന്നു വന്ന് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ പുതിയ കാർഡ് പ്ലേയെ കുറിച്ച് മാസ്റ്റർ എടുത്ത് പറയുക. ഷിനോ ആണെങ്കിൽ ആകാംക്ഷയില് അവന്റെ ഫോട്ടോ ഏതെങ്കിലും കാർഡിലുണ്ടോ എന്ന് ചോദിക്കും. അവർ ആ കാർഡ് മുഴുവൻ ചെക്ക് ചെയ്യും. അതിലെല്ലാവരുടെ ഫോട്ടോ ഉണ്ട്. അക്കമൊരു പട്ടിക്കുട്ടിയുടെ വരെ ഫോട്ടോ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാവൻ ഷിനോയുടെ ഫോട്ടോ അതിലില്ല. ആളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി അവിടുന്ന് കടന്നു പോകും. അതിന് ബൊറൂട്ടോ പറയും, ഉറപ്പായാലും നമ്മൾ മാസ്റ്ററിനെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. മാസ്റ്ററിന്റെ ഫോട്ടോ ഉള്ള കാർഡും നമ്മൾ കൊണ്ടുവരണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആ കമ്പനിയിലേക്ക് പോകണം. ആ കമ്പനി മറ്റാരുടേതും അല്ല, അത് ഡെങ്കിയുടെ കമ്പനിയാണ്. അവിടേക്ക് പോയി അവനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിനോ മാസ്റ്ററുടെ ചിത്രമുള്ള കാർഡും അവൻ പ്രിന്റ് ചെയ്ത് നമുക്ക് തരും. അത് മാസ്റ്റർ കാണിച്ച് ആളുടെ വിഷമം നമുക്ക് മാറ്റണം. അതിനെല്ലാവരും ഓക്കെ പറഞ്ഞ് അവർ സ്ട്രെയിറ്റ് ആയി ഇപ്പൊ ഡെങ്കിയുടെ പപ്പയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ കാര്യം പറയും. ആള് കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ എന്താ പറയണേ, അദ്ദേഹത്തിന്റെ ഫോട്ടോ അത് ഈ കാർഡിലില്ലേ? ഞാൻ ആ ലിസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് എടുത്ത് ആള് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ആൾക്കാരുടെ കയ്യിലും കൊടുക്കും. നമ്മുടെ ആൾക്കാർ ആ ലിസ്റ്റ് മുഴുവൻ അരിച്ചു പെറുക്കും. അതില് ഷിനോ മാസ്റ്ററുടെ പേരില്ല. പക്ഷേ അതിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലാങ്ക് കോളം ഉണ്ടാവും. ബൊറൂട്ടോ റിക്വസ്റ്റ് ചെയ്യും, സാർ പ്ലീസ് ഇതില് മാസ്റ്റർ ഷിനോയുടെ പേര് അതില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഈ ഓപ്പൺ സ്പേസിൽ ഒന്ന് ആഡ് ചെയ്തൂടെ? ഉടനെ ആളാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഷിനോ മാസ്റ്ററിന് നല്ല പവറൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ആരെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ആൾക്കാർ ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം എന്ന് പറയുമ്പോഴായിരിക്കും മെറ്റല്ലി അവൻ ടെൻഷനായിട്ട് പറയാ, ഈ കാർഡ്സില് എന്റെ പപ്പയുടെ പേരുമില്ല, ഷിനോ മാസ്റ്ററുടെ പേരല്ല, മറിച്ച് എന്റെ പപ്പയുടെ പേരാണ് ഈ ഓപ്പൺ സ്പേസിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഡെങ്കിയുടെ പപ്പയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആളാണെങ്കിൽ ഇതൊക്കെ കേട്ട് തലവേനിച്ചിരിക്കും. അപ്പോഴായിരിക്കും ഡെങ്കി പറയാ, നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹമല്ല, മറിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് വാല്യൂ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അവരെ മാത്രമേ ഞങ്ങൾ ഈ കാർഡിൽ പ്രിന്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ നല്ല സെയിൽ കിട്ടണമെങ്കിൽ ഈ രണ്ടു പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളാൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നറിയണം. അതിനാദ്യം ഒരു വോട്ടിംഗ് നടത്തണം. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ അവനിപ്പോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് അവനും അവന്റെ ഫ്രണ്ട്സും ഷിനോ സെൻസായുടെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ച് വലിയൊരു പോസ്റ്റർ അടിച്ച് ഇപ്പോ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ഡെങ്കിയും റോക്ലിയും അവർ രണ്ടുപേരും ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഡെങ്കിയെ കണ്ട് ഷോക്കാവും. അതിന് ഡെങ്കി പറയും, ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നത് റോക്ലിയെയാണ്, തീരുമാനം എടുക്കേണ്ടത് എന്റെ പപ്പയാണ്. സോ ഞാനും മെറ്റല്ലിയുടെ കൂടെ നിന്ന് അവന്റെ പപ്പയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് അവരാ ട്രെയിനിൽ മുഴുവൻ ഇപ്പോ റോക്ലിയുടെ ഫോട്ടോ അത് പതിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അഡ്വർടൈസ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോ വോട്ടിംഗ് നടക്കും. വോട്ടിംഗ് കഴിഞ്ഞ് ഇപ്പോ ഡെങ്കിയുടെ പപ്പ ആ വോട്ട് കൗണ്ട് ചെയ്യും. കൗണ്ടിങ്ങിന്റെ അവസാനം റോക്ലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് അതിൽ വീണിട്ടുണ്ടാവുക. അതുകൊണ്ട് ബൊറൂട്ടോയ്ക്ക് അവന് സഹിക്കില്ല. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അവൻ ഷിക്കടയും കൂട്ടി ഇവാബയുടെ അടുത്തേക്ക് വരും. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നറൂട്ടോയുടെ കാർഡ് അതിപ്പോ ബൊറൂട്ടോ കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ എർത്ത് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഷിനോ മാസ്റ്ററിന്റെ വലിയൊരു ശില തന്നെ പാറയ്ക്ക് മുകളിൽ ഉണ്ടാക്കും. മെറ്റലിലേക്കാണെങ്കിൽ
അതൊട്ട് സഹിക്കില്ല. അവൻ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ആ ഒരു പ്രതിമ അത് തകർക്കാൻ ശ്രമിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് സഹിക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും പൊരിഞ്ഞ അടിയിടി ബഹളം. അടിയുടെ അവസാനം റോക്ലിയും ഷിനോ സെൻസായും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് മെറ്റൽ ലിയോടും ബൊറൂട്ടോയോടും ഒരുപാട് ദേഷ്യപ്പെട്ട് അവരെ സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ബൊറൂട്ടോയ്ക്കും മെറ്റൽ ലീക്കും അവർക്ക് രണ്ടുപേർക്കും അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാവും. അങ്ങനെ അവർ വീണ്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ പാച്ചപ്പ് ആക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ബിൽഡിങ്ങിൽ തീ കത്തുന്നത് കാണുക. റോഗ്ലി ഉടനെ ആ വലിയ ശില്പം അതങ്ങനെ കാല് വെച്ച് തകർത്ത് ആ ബിൽഡിങ്ങിന് മുകളിലുള്ള വാട്ടർ ടാങ്ക് അത് പൊട്ടിച്ച് ആ തീ കെടുത്തും. അതേസമയം ഷിനോ ആണെങ്കിൽ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ സേഫായി പുറത്തേക്ക് കൊണ്ടുവരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ആ കാർഡ്സിന്റെ സെക്കൻഡ് സീരീസ് ഇറങ്ങിയിരിക്കുകയാണ്. മെറ്റലി ആണെങ്കിൽ ആ കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കും. അതില് അവന്റെ പപ്പയുടെ ഫോട്ടോ. അതിനുശേഷം ബൊറൂട്ടോ അവന്റെ കാർഡ് ഓപ്പൺ ചെയ്യും. അതില് ഷിനോയുടെ ഫോട്ടോ. അപ്പോഴായിരിക്കും ഡെങ്കി അവൻ അവിടേക്ക് വന്ന് പറയാ, ലാസ്റ്റ് ടൈം ഷിനോയും റോക്ലിയും അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫേമസ് ആയി. അതുകൊണ്ടാണ് ഞങ്ങൾ 2 കാർഡ് ഉണ്ടാക്കി അതിൽ രണ്ടുപേരുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തത്. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.